ആദ്യം മുതൽക്കേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നോട്ടമാകട്ടെ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിലേക്കാണ്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി ട്രംപ് ആകട്ടെ പല വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിൽ പോലും ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ അവിടെ ആക്രമണം നടത്തിയെങ്കിലും യുറേനിയം മാത്രം പിടിച്ചെടുക്കാൻ ട്രംപിന് സാധിച്ചില്ല. ആക്രമണം നടന്ന അതേ നിമിഷം തന്നെ അവിടെ നിന്നും ഭൂമിക്കടിയിലേക്ക് വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ച ഭൂമിക്കടിയിലേക്ക് ഇറാൻ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ ഇതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയും മറ്റു പ്രവർത്തകരെയും ശാസ്ത്രജ്ഞരെയും അടക്കം ട്രംപ് ഇല്ലാതാക്കാൻ സാധിച്ചു എന്നതാണ് വസ്തുത. എന്നാൽ ഇപ്പോൾ വീണ്ടും യുറേനിയത്തിൽ കണ്ണും വെച്ച് ട്രംപ് ആകട്ടെ വലിയ രീതിയിലുള്ള ആക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ന്യൂക്ലിയർ ഡസ്റ്റ് പിടിച്ചെടുക്കാൻ ട്രംപ് തുനിഞ്ഞിറങ്ങുകയാണ്. ഇറാന്റെ മണ്ണിൽ US സൈന്യം ഇറങ്ങാനുള്ള പ്ലാൻ വേറെ തയ്യാറാക്കി എന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയാണ് തങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നും വ്യക്തമാക്കുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പെന്റഗൺ ആകട്ടെ കഴിഞ്ഞയാഴ്ചയാണ് ഈ പദ്ധതി പ്രസിഡന്റിന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ എടുത്ത് 4 രീതിയിൽ തരംതിരിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് യുറേനിയം വേട്ടയാണ് ആദ്യത്തേത്. ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം, അതായത് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ നിലയിലേക്ക് തൊട്ടടുത്തുള്ള ഈ യുറേനിയം പിടിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനെ ന്യൂക്ലിയർ ഡസ്റ്റ് എന്നതാണ് ട്രംപ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല രണ്ടാമതായി റൺവേ നിർമ്മാണം. ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം സൈനിക വിമാനങ്ങൾക്ക് ഇറങ്ങാൻ താൽക്കാലിക റൺവേകൾ നിർമ്മിക്കും. അതേപോലെ തന്നെ മറ്റൊന്നാകട്ടെ ഖനന ഉപകരണങ്ങൾ. ഇസ്ഫാഹാനിലെ ആണവ കേന്ദ്രങ്ങളിൽ 300 അടിയിലധികം താഴെയുള്ള കോൺക്രീറ്റ് തുരങ്കത്തിലാണ് യുറേനിയം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് പുറത്തെടുക്കാൻ വലിയ ഖനന യന്ത്രങ്ങൾ വിമാനമാർഗം അവിടെ എത്തിക്കും എന്നതാണ്. മാത്രമല്ല അടുത്തതായി സേനയുടെ വിന്യാസം. 100 കണക്കിന് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെയും അതേപോലെ എഞ്ചിനീയർമാരെയും ആഴ്ചകളോളം ഇറാൻ മണ്ണിൽ നിരത്തിക്കൊണ്ട് മാത്രമാകും ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ആണവോർജ ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ യുറേനിയ ശേഖരത്തിന്റെ പകുതിയിലധികവും ഇസ്ഫാഹാനിലെ കുന്നുകൾക്കടിയിലുള്ള അതീവ സുരക്ഷിതമായ ഒരു തുരങ്കത്തിനുള്ളിലാണ്. ജൂണിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിലാകട്ടെ, അതായത് അവിടെ നടന്ന ബോംബ് ആക്രമണത്തിൽ ഈ കേന്ദ്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും യുറേനിയം അടങ്ങിയ സിലിണ്ടറുകൾ ഇപ്പോഴും സുരക്ഷിതമായി തന്നെ ഭൂമിക്കടിയിൽ തന്നെയുണ്ട്. നിലവിൽ യുദ്ധം പ്രാധാന്യമേറിയതും മിസൈൽ ആക്രമണങ്ങളിലും ഈ വ്യോമാക്രമണങ്ങളിലും എല്ലാം തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഗാർഗ് ഐലൻഡ് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ കരസേനയെ ഇറക്കിക്കൊണ്ട് അവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നെങ്കിൽ പോലും ഈ യുറേനിയം വേട്ടയ്ക്ക് പ്രസിഡന്റ് ഇത്തരമൊരു തീരുമാനം, അതായത് അന്തിമമായ ഒരു തീരുമാനം ഇതുവരെയും നൽകിയിട്ടില്ല. പ്രതിരോധ വിദഗ്ധർ ഈ ദൗത്യത്തെ ഇപ്പോഴും അങ്ങേയറ്റം അപകടകരവും അതുപോലെ തന്നെ അപ്രായോഗികവുമാണ് എന്നതാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഇറാനെ തളയ്ക്കാനാണ് ഇവിടെ ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ അവകാശപ്പെടുന്ന ട്രംപ് ആകട്ടെ യുറേനിയം നേരിട്ട് പിടിച്ചെടുക്കണമെന്ന കർശനമായ ആവശ്യത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. എന്നായാലും ട്രംപിന്റെ തീരുമാനം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു നിർണായക ഒരു നീക്കം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.